ഹായ് ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് ഞാൻ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുന്നത് നല്ല പഞ്ഞി പോലെയുള്ള പ്ലം കേക്കാണ്. ഇതിനു വേണ്ടി ആദ്യം ഒരു മീഡിയം സൈസ് ഓറഞ്ച് കഷ്ണങ്ങളായിട്ടെടുത്ത് അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ 1/4 ഭാഗം പഞ്ചസാര എടുക്കുക. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാരയിട്ട് നന്നായി മെൽറ്റാക്കി എടുക്കുക. ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളവും ഒഴിച്ച് തിള വരുമ്പോൾ മാറ്റി വയ്ക്കുക. ഇനി ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒരു കഷണം പട്ടയും 3 ഏലക്കായും 3 ഗ്രാമ്പൂവും ചേർത്ത് നന്നായി മിക്സിയിൽ പൊടിച്ച് എടുത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക. വേറൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള കശുവണ്ടിയും വാൽനട്ടും മുന്തിരിയും ഈന്തപ്പഴവും എടുത്ത് അതിലേക്ക് അല്പം മൈദാപ്പൊടി ചേർത്ത് വയ്ക്കുക. ഇനി മിക്സിയിൽ 4 മുട്ടയും 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി പതപ്പിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് മൈദ നന്നായി അരച്ചെടുത്ത് അത് ചേർത്ത് അതിലേക്ക് മുട്ട പതപ്പിച്ചെടുത്ത മിക്സ് ചേർത്ത് കട്ടയില്ലാതെ നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് അരച്ചു വെച്ച ഓറഞ്ച് മിശ്രിതം ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക. ശേഷം മൈദാപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ പഞ്ചസാര മെൽറ്റ് ചെയ്തതും ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് തയ്യാറായി. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് മറ്റൊരു സ്റ്റാൻഡ് വയ്ക്കുക. കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ കൂട്ട് ഒഴിച്ച് മുന്തിരിയും കശുവണ്ടിയും അലങ്കരിച്ച് കടായിയിൽ നന്നായി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ വേവിക്കുക. 1 മണിക്കൂറിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ പഞ്ഞി പോലെയുള്ള സ്വാദിഷ്ടമായ പ്ലം കേക്ക് തയ്യാറായി കഴിഞ്ഞു. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.